കറിക്കൂട്ട് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മളിന്ന് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മൈദ ഒന്നും യൂസ് ചെയ്യാതെ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ക്രീമി ബണ്ണിൻ്റെ റെസിപ്പിയാണ്. കുറച്ച് ഓയിൽ മതി കേട്ടോ ഈ ഒരു റെസിപ്പി നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. റവ ഞാനിവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല വലിയ തരിതരിപ്പുള്ള റവയാണെങ്കിൽ അതൊന്ന് മിക്സർ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ 2 കപ്പ് റവ ഞാൻ പൊടിച്ചെടുത്തത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല, അതങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി വേണ്ടത് നമുക്ക് ഈസ്റ്റ് ഒന്ന് കലക്കി വെക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം. ഇത് കലക്കിയെടുത്ത ഉടനെ തന്നെ ഈ റവയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ നല്ലപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി വേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് പാലൊഴിച്ചിട്ട് ഇത് നല്ലപോലെ കുഴച്ചെടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലൊരു 1/4 കപ്പ് ഇപ്പം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. റവ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പാലൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് മുഴുവനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. മാവൊക്കെ നല്ല സോഫ്റ്റ് ആവണം. അപ്പോൾ അതുവരെ ഇത് കുഴച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് ഒന്ന് പൊങ്ങാനായിട്ട് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലോ അല്ലെങ്കിൽ നമുക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറോ ഒക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് ഇതാ ഈ ഒരു മാവിൻ്റെ മേലെ കുറച്ചും കൂടി ഒന്ന് ഓയിൽ ഇതുപോലെ ബ്രഷ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ മേലെ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്കൊന്ന് റാപ്പ് ചെയ്തിട്ട് 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് പൊങ്ങാനായിട്ട് വെക്കേണ്ടതുണ്ട്. നല്ല ചൂടുള്ള ഭാഗത്തൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങിക്കിട്ടും. 2 മണിക്കൂർ വരെ ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ 2 മണിക്കൂർ ആയിട്ടുണ്ട്. റവയ്ക്ക് ഇവിടെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ അധികം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ നമ്മൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടാണ് ഇത് മാവാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഈ മാവിന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ഉരുളകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പാനിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിൽ അല്പം ഓയിലൊന്ന് ആക്കിയിട്ട് ഇതുപോലെ കുറച്ച് മാവ് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഈ ഒരു സൈസിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കൈ ഒന്ന് ഓയിലൊന്ന് മുക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതാ മാവിൽ നിന്ന് ഇത്രയും ഉരുളകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് അല്പം ഓയിൽ എടുത്തിട്ട് ഇതിൻ്റെ മേലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് റാപ്പ് ചെയ്തിട്ട് 20 മിനിറ്റെങ്കിലും ഇതൊന്ന് വീണ്ടും പൊങ്ങാനായിട്ട് വെക്കാം. ഇതിപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഓരോന്നും എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഷേപ്പാക്കി എടുക്കേണ്ടതുണ്ട്. എന്നിട്ട് വേണം ഇത് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം നമുക്കിനി ഈ ഒരു ബണ്ണുണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലേക്ക് അല്പം ഓയിലൊന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ തീ പെട്ടെന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ മാവും ഇതുപോലെ ഇങ്ങനെ കുഴിയിലേക്ക് വെക്കാം. കാരണം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ അടിയൊന്ന് കളർ ചേഞ്ച് ആവാൻ തുടങ്ങും. അപ്പോൾ എല്ലാ മാവ് ഇതിലേക്ക് വെച്ചിട്ട് അല്പം ഓയിലൊന്ന് ഇതുപോലെ അതിൻ്റെ മുകളിൽ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. കാരണം ഇതിൻ്റെ മേലെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ മേലെ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഇതാ ഇതിൻ്റെ അടപ്പിൽ ഹോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് അടച്ചു കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് 1 മിനിറ്റ് ചെറു തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും വേവിച്ചെടുക്കാം. അങ്ങനെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ 1 മിനിറ്റ് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. പതുക്കെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കൊക്കെ എടുത്തിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും.
അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ അതിൻ്റെ മേലെയും അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് മറ്റേ സൈഡൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട്. മറ്റേ സൈഡും അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാലും ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളും കൂടെ നല്ല ഒന്ന് വെന്ത് കിട്ടേണ്ടതുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് ചെരിച്ചൊന്ന് വെച്ച് കൊടുക്കുകയും ചെയ്യുക. കാരണം സൈഡിലും കളർ ചേഞ്ച് ആവാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈഡിലും ഇങ്ങനെ ആക്കി കൊടുക്കാം. അങ്ങനെ എല്ലാ ഭാഗം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കിനി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അല്പം ഓയിൽ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ മാവും ഇങ്ങനെ വെച്ച് കൊടുക്കാം. മാവ് വെച്ച് കൊടുക്കുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അടപ്പ് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബണ്ണൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫ്രൈഡ് ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ ഇതൊരു ഉണ്ണിയപ്പത്തിൻ്റെ അതുപോലെയാണ് ഉള്ളത്. പക്ഷെ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. നമ്മളുണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ, മാവ് ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ ഇതിലേക്ക് അല്പം കൂടി പഞ്ചസാര കൂടി കൂട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കഴിക്കാം. ഞാനിതിൻ്റെ മേലെ നമ്മൾ മൈദ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു ക്രീം ബണ്ണ് ഉണ്ടല്ലോ, ഫ്രൈ ചെയ്തെടുക്കുന്ന ക്രീം ബണ്ണ്, അതേപോലെ ഇതിലേക്ക് കുറച്ച് ക്രീം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കിതിലേക്ക് ബട്ടർ കൊണ്ട് ബട്ടർ ക്രീം ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ബട്ടർ ക്രീമാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. ബട്ടർ ക്രീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആവും. എന്നിട്ട് എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് നല്ല പൊടിച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. നമുക്ക് കയ്യിലുള്ള സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. 1-2 മിനിറ്റ് ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ ഇതുപോലെ നല്ല ക്രീമായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ ഓരോ ബണ്ണിൻ്റെയും നടുവിലായിട്ട് ഇതുപോലെ ഒന്ന് ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് ക്രീം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്രീം ബണ്ണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് പകരം നമുക്ക് മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ക്രീമൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് എടുക്കട്ടെ. നമുക്ക് ഈ ഒരു ക്രീമിന് പകരം ഇതിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ റവ വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്രീം ബണ്ണ് ചെയ്ത് നോക്കാം കേട്ടോ. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ ബണ്ണ് കിട്ടും. നമ്മൾ ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ചധികം പാല് കൂട്ടിയിട്ട് കുഴച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മാവ് നല്ല കട്ടിയായി പോവും. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ബണ്ണ് നല്ല കട്ടിയായിട്ട് പോവും. പിന്നെ നിങ്ങൾക്ക് ഇനി ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ തന്നെ ചെയ്തെടുക്കണമെന്നില്ല. കുറച്ചധികം ഓയിൽ എടുത്തിട്ട് അതിൽ ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണം. ഇതുപോലത്തെ കൂടുതൽ ഈസി റെസിപ്പികൾ വീണ്ടും കാണുവാനായിട്ട് സബ്സ്ക്രൈബ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലും കൂടെ ഉണ്ടാവും. അതും കൂടെ ക്ലിക്ക് ചെയ്യുക. അതിന് മുകളിലായിട്ട് ഓൾ എന്ന് കാണും. അതും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് വേണം വെക്കാൻ. എങ്കിലും മാത്രമേ ഉള്ളൂ കേട്ടോ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ കാണാനും പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.